നമസ്കാരം. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മ പുള്ളിക്കാരിയുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അതുമാത്രമല്ല സെം എക്സാമൊക്കെ അടുക്കുമ്പം മറ്റുള്ള ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പോർഷൻസ് എന്തൊക്കെയാണ്, അത് കംപ്ലീറ്റ് ആയോ, നോട്ട്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. ഇത് ഞാൻ പറയുന്നതേ 2ലും 3ലും പഠിക്കുമ്പോഴത്തെ കാര്യമല്ല കേട്ടോ. പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്ത് പാരൻറ്റിങ് ആണെന്ന്. ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് പാരൻസ്. നിങ്ങൾ സന്തോഷ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു തമിഴ് മൂവി ഓർക്കുന്നില്ലേ? അതിനകത്ത് പ്രകാശ് രാജിൻ്റെ ക്യാരക്ടർ ജയം രവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ജയം രവിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാത്തത്, ഷർട്ട് വരെ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. പുള്ളിക്കാരൻ ജയം രവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് സ്നോപ്ലോ പാരൻറ്റിങ്, അല്ലെങ്കിൽ ബുൾഡോസർ പാരൻറ്റിങ്. ഒരു പേര് കൂടി ഉണ്ട്, ലോൺ മൂവർ പാരൻറ്റിങ്. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? കുട്ടിക്ക് വേണ്ടി പേരൻസ് ഉള്ള ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറ്റുക, ഒരു സ്മൂത്ത് പാത്ത് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടി ഒന്നും അറിയണ്ട, ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഫേസ് ചെയ്യണ്ട, ചാലഞ്ചസ് ഒന്നും എടുക്കണ്ട. അങ്ങനെ ഫെയിലിയർ എന്താണെന്ന് കുട്ടി അറിയുന്നില്ല. കുട്ടിയുടെ ജോലിയൊക്കെ പാരൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്തായിരിക്കും? കുട്ടിക്ക് സത്യത്തിൽ ഫെയിലിയർ എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ സിമ്പിൾ ഒരു ടാസ്ക് ആയിക്കോട്ടെ, ഇത് എന്ത് ചെയ്താലാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക എന്ന് കുട്ടിക്കറിയില്ല. അപ്പം ഇൻഡയറക്ട്ലി പേരൻസ് പറയാണ് നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന്. അല്ലേ? സത്യത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? ഇന്നത്തെയും കാലത്തും ഒരുപാട് പേരൻസ് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ദിവസം ക്ലിനിക്കിൽ ഒരു കുട്ടീനെയും കൊണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു പാരൻറ്റ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാരൻ്റ് ആണോ? ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം.